ഹായ്, എല്ലാവർക്കും നമസ്കാരം. ദാസ സ്കീമിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. ഓഗസ്റ്റ് 3 അപേക്ഷിക്കാനുള്ള അവസാന തീയതി. ദാസ ഡയറക്റ്റ് അഡ്മിഷൻ ഓഫ് സ്റ്റുഡൻസ് എബ്രോഡ്. ഇന്ത്യയിലെ NITകളിലും IIITകളിലും സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചർ, ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ വിവിധ ക്യാമ്പസുകളിലേക്ക്, രാജീവ് ഗാന്ധി ഏവിയേഷൻ യൂണിവേഴ്സിറ്റി അമേഠി, അതുപോലെ തന്നെ മറ്റ് വിവിധ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് ഈ സ്കീമിലൂടെ വിദേശ ഇന്ത്യക്കാരുടെ മക്കൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ദാസ സ്കീമിൽ പങ്കെടുക്കേണ്ടതിന് കുട്ടി വിദേശത്ത് +2 പഠനം വിദേശത്തായിരിക്കണം. +2 പഠനം വിദേശത്തായിരിക്കണം. +2ന് 75% മാർക്കുണ്ടായിരിക്കണം. JEEക്ക് ഒരു സ്കോർ ഉണ്ടായിരിക്കണം. അപ്പോൾ ദാസ സ്കീമിൽ ദാസ ജനറൽ, ദാസ CIWG എന്നീ 2 വിഭാഗങ്ങളുണ്ട്. CIWG എന്ന് വെച്ചാൽ ചിൽഡ്രൻ ഓഫ് ഇന്ത്യൻ വർക്കേഴ്സ് ഇൻ ഗൾഫ്. അപ്പം ഈ GCC രാജ്യങ്ങളിലും ഇറാൻ, ഇറാഖ് മുതലായ രാജ്യങ്ങളിലും പഠിക്കുന്ന കുട്ടികൾക്ക് ഈ സ്കീമിലൂടെ അപേക്ഷിക്കാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ദാസ ജനറലിൽ നമ്മൾ ഒരു സെമസ്റ്ററിന് $4000 ഫീസ് കൊടുക്കണം. അതേസമയം CIWG വിഭാഗത്തിലാണ് സീറ്റ് കിട്ടുന്നതെങ്കിൽ ഇന്ത്യയിലെ ഇപ്പോൾ NITകളിലെ ഒരു സെമസ്റ്ററിന് 62,500 രൂപയാണ് ഫീസ്. അതേ ഫീസ് തന്നെ നമുക്ക് CIWG വിഭാഗത്തിൽ സീറ്റ് കിട്ടിയാൽ പഠിക്കാൻ സാധിക്കും. പക്ഷേ CIWG വിഭാഗത്തിന് സീറ്റ് കുറവായിരിക്കും. ഉദാഹരണത്തിന് ദാസ ജനറലായിരിക്കും സീറ്റ് കൂടുതൽ. ഒരു കമ്പ്യൂട്ടർ സയൻസിൽ ഒരു NITയിൽ 16 സീറ്റ് ദാസ ജനറൽ ഉണ്ടെങ്കിൽ 8 സീറ്റ് CIWGയിൽ ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ കൊച്ചി ക്യാമ്പസിൽ BSc നോട്ടിക്കൽ സയൻസ് ഈ ദാസ സ്കീമിലൂടെ നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കോഴിക്കോട് NITയിലെ എല്ലാ വിഭാഗങ്ങളും 191 സീറ്റ് ദാസ വഴിയുണ്ട്. കോട്ടയം IIITയിൽ 56 സീറ്റുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ 33ഓളം NITകളിൽ IIIT, അതുപോലെ വിവിധ നല്ല മികച്ച സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ ചെന്നൈ, കൊച്ചി, വിശാഖപട്ടണം ക്യാമ്പസിലൊക്കെ മറൈൻ എഞ്ചിനീയറിംഗ്, BSc നോട്ടിക്കൽ സയൻസ്, രാജീവ് ഗാന്ധി ഏവിയേഷൻ യൂണിവേഴ്സിറ്റിയിൽ എയറോസ്പേസ് എഞ്ചിനീയറിംഗ്, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, ഇങ്ങനെ ദാസയിൽ 6118 സീറ്റുകളുണ്ട്. ഇനി സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചറിൽ നമുക്ക് ആർക്കിടെക്ചർ പഠിക്കാൻ ഡൽഹി, ഭോപ്പാൽ, വിജയവാഡ ക്യാമ്പസുകളിൽ ആർക്കിടെക്ചർ പഠിക്കാനും അതിന് JEEയുടെ പേപ്പർ B അത് എഴുതിയിരിക്കണം. അപ്പോൾ നിങ്ങൾ അപേക്ഷിക്കുക. ഓഗസ്റ്റ് 3 ലാസ്റ്റ് ഡേറ്റ്. നിങ്ങൾക്കറിയാമല്ലോ, ഇന്ത്യയിലെ ഒരു NIT, IIITയിലൊക്കെ ഒരു സീറ്റ് കിട്ടുക എന്നുള്ളത് ഒട്ടും എളുപ്പമല്ല. അപ്പം തീർച്ചയായിട്ടും വിദേശ ഇന്ത്യക്കാരുടെ മക്കൾക്കുള്ള ഈ അവസരം പ്രയോജനപ്പെടുത്തുക. അത് ഗൾഫ് രാജ്യങ്ങളിൽ മാത്രമല്ല, നിങ്ങൾ ഏത് OCI കാർഡുള്ളവർക്കും ഒക്കെ അപേക്ഷിക്കാൻ സാധിക്കും. പക്ഷേ JEE എക്സാം എഴുതിയിരിക്കണം. അതാണ്. പിന്നെ +2ന് 75% മാർക്കുണ്ടായിരിക്കണം. +2 പഠനം വിദേശത്തായിരിക്കണം. അപ്പോൾ ഈ അവസരം പ്രയോജനപ്പെടുത്തുക. ഇപ്പോൾ നാട്ടിലുള്ള പലരും NRIs ഒക്കെ പലയിടത്ത് സീറ്റ് എടുത്തിട്ടുണ്ടാകും. പക്ഷേ നിങ്ങൾ അടുത്ത വർഷമൊക്കെ സീറ്റ് ആഗ്രഹിക്കുന്നവർ മനസ്സിലാക്കുക, ഓഗസ്റ്റിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഇച്ചിരി താമസം ഉണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം ഒരു സ്കോറിൻ്റെ കഴിഞ്ഞ വർഷത്തെ ഒരു നിലവൊക്കെ വെച്ചിട്ട് നമുക്ക് സീറ്റ് കിട്ടുമെന്നൊക്കെ അറിയാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായും ഈ അവസരം പ്രയോജനപ്പെടുത്തുക. നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കോഴ്സുകളെക്കുറിച്ച് കമൻറ്റ് ചെയ്യൂ. താങ്ക്